ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിസ്സയാണ്. അത് ചീസ് ഒന്നും ഇല്ലാത്ത പിസ്സയാണ് കേട്ടോ. അത് മാത്രമല്ല, ഞാനിവിടെ ഓവൺ ഉപയോഗിക്കാതെയാണ് പിസ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. പിസ്സ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് പാലാണ്. ചെറിയ ചൂടുള്ള പാലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1.5 സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഗോതമ്പ് മാവൊക്കെ നനയ്ക്കില്ലേ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ട്, അതിനെയും കാട്ടി കുറച്ച് ലൂസായിട്ട് നനച്ചെടുക്കുക. ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിലിന് പകരം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുഴയ്ക്കുക. മാവ് നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇവിടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മാവ് ഉള്ളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കി നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ചീസ് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ വൈറ്റ് സോസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈറ്റ് സോസ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈദ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മൈദയൊക്കെ നെയ്യിൽ കിടന്നിട്ട് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ്സോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട കെട്ടും. അപ്പോൾ ഈ സമയം കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ കുറേശ്ശെ പാല് ചേർത്ത് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് ഇതൊരു ക്രീം പരുവാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഈ കട്ടകളൊക്കെ നമുക്ക് ഈ തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലൊരു ക്രീമി ടച്ച് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരുവം മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ ചേരാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസൊക്കെ ഇവിടെ നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ടൈറ്റായി കിട്ടും. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ക്യാപ്സിക്കമാണ് കേട്ടോ, ചെറിയ ക്യാപ്സിക്കമാണ്. ഞാൻ 2 ക്യാപ്സിക്കം ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ പകുതി സവാളയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 5 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നെടുകെ ഒന്ന് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തോലൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. അതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി പിസ്സ സോസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു.
വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച വെജിറ്റബിൾസിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ സോസ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കളറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിസ്സ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പഴയ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ ഓയിൽ ഈ പാത്രത്തിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. അപ്പോൾ ഈ മാവ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സയുടെ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ സോസൊക്കെ ഇവിടെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സോസില്ല, വൈറ്റ് സോസ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പകുതി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ റെഡ് സോസിന് അകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനൊരു സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം തക്കാളി എൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈനൊക്കെ വരുത്തിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വേണ്ട ക്യാപ്സിക്കമാണ്, അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ ഈ വൈറ്റ് സോസ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് മതിയാവും. ഒരു പച്ചക്കറികളൊക്കെ അതാത് സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പഴയൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് ചൂടാക്കിയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പിസ്സയുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിയിലൊന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചീസ് പോലെ വലിഞ്ഞ് കിട്ടുകയൊന്നുമില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക്. എന്ന് വെച്ച് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ചീസ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.